കോന്നി പയ്യനാമണ്ണിൽ നിന്ന് ഷഫീദ് റാവുത്തർ വീണ്ടും നമ്മോടൊപ്പം ചേരുകയാണ്. ഷഫീദ്, ഇപ്പോൾ ആ ക്യാബിൻ കേന്ദ്രീകരിച്ചാണല്ലോ ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. ഈ ക്യാബിനിൽ ഇദ്ദേഹം ഉണ്ട് എന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണമുണ്ടോ? ഈ ജീവനക്കാരുടെ, അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ അവർ നൽകിയ വിവരം അനുസരിച്ചിട്ടാണ് പുള്ളി ഇതിനകത്തുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്കൊക്കെ എത്തിച്ചേർന്നത്. മാത്രവുമല്ല, അദ്ദേഹം ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ്. ഈ ബീഹാർ സ്വദേശിയായിട്ടുള്ള അജയറായി ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ്. അദ്ദേഹത്തിന്റെ ഇന്നലത്തെ ജോലിയും അതായിരുന്നു. അതുകൊണ്ടാണ് അവിടെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു നീക്കത്തിലേക്ക് നിലവിൽ ഇപ്പോൾ ഈ തിരച്ചിൽ നടത്തുന്നത്. മാത്രവുമല്ല, ഇതിന്റെ ഒരു പ്രശ്നം, അതായത് ഈ മുകൾ തട്ടിൽ മുഴുവൻ ഈ അപകടം നടന്ന് താഴേക്ക് പതിച്ച പാറക്കല്ലുകൾ, പുറ്റൻ പാറക്കല്ലുകൾ അടക്കം ഈ മുകൾ തട്ടിൽ വലിയ രീതിയിൽ ചിതറിക്കിടപ്പുണ്ട്. അതിനകത്ത് നിന്ന് ഒരാളെ, അല്ലെങ്കിൽ അതിനകത്ത് നിന്ന് അത് കണ്ടെത്തുക ഏറ്റവും ദുഷ്കരമായ ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. NDRF സംഘവും തിരികെ മുകളിലേക്ക് കയറുകയാണ്. ഏത് നിമിഷവും അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദുഷ്കരമായ ടെറൈനാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം അങ്ങനെ ഒരു സാധ്യത, ഞാൻ മുൻപ് പറഞ്ഞ ഓപ്ഷൻ 1 അത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്ക് അന്വേഷണം, തിരച്ചിൽ നടത്താൻ അവർക്ക് കഴിയില്ല. കാരണം ഈ മുകളിൽ നിന്ന് ഇപ്പോഴും ചെറിയ ചെറിയ പാറക്കല്ലുകൾ താഴേക്ക് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ സമയം നിൽക്കുന്നത് ഈ രക്ഷാദൗത്യം നടത്തുന്ന അംഗങ്ങൾക്ക് അത് അപകടമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരെ തിരികെ കോളോൺ ചെയ്ത് കയറ്റി. ഇതൊരു പക്ഷേ അടുത്ത സംഘം ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഒരു ഉറപ്പില്ല. അതല്ലെങ്കിൽ അവർ ചെയ്യാൻ പോകുന്നത് കൂടുതൽ, അതായത് ലോങ് ബൂം എക്സ്കവേറ്റർ കൊണ്ടുവന്ന് മുകൾ ഭാഗത്തേക്ക് അത് സ്ഥാപിച്ച് അവിടെ നിന്ന് ഒരു റോപ്പ് താഴേക്ക് ഘടിപ്പിച്ച് ഹിറ്റാച്ചിയിൽ അത് അറ്റാച്ച് ചെയ്ത് അതിനുശേഷം മുകളിലേക്ക് ഹിറ്റാച്ചി ഉയർത്തുക എന്നുള്ളതാണ്. ഏതായാലും പ്രതീക്ഷയാണ് ആദ്യഘട്ടം. അതായത് ഇന്നത്തെ രക്ഷാദൗത്യത്തിന്റെ ആദ്യഘട്ടം നിരാശയാണ്. ഈ അവസാനത്തെ NDRF ഉദ്യോഗസ്ഥരും NDRF സംഘത്തിലെ അംഗവും മുകളിലേക്ക് കയറുന്നുണ്ട്. അവരെ മുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 5 പേരാണ് താഴേക്ക് ഇറങ്ങിയതിൽ 5 പേരും ഇപ്പോൾ തിരികെ കയറിയിട്ടുണ്ട്. ക്രിസ്റ്റീന. പത്തനംതിട്ട കോന്നിയിലെ പയ്യനാമണ്ണിൽ ക്വാറി അപകടത്തിൽപ്പെട്ട തൊഴിലാളി അജയ് റായിക്കായുള്ള ഇന്നത്തെ തെരച്ചിൽ തുടങ്ങി. NDRFും ഫയർഫോഴ്സും ചേർന്ന് പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പാറ ഇടിയുന്നതും മഴയും ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നുണ്ട്. ഈ ക്വാറിക്ക് പ്രവർത്തനാനുമതി ഉണ്ടെന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ക്രഷർ യൂണിറ്റിന് അനുമതിയുണ്ടോ എന്ന് പരിശോധിക്കാൻ ജില്ലാ ജിയോളജിസ്റ്റിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു രക്ഷാദൗത്യം പ്രത്യേക പ്ലാൻ പ്രകാരമാണ് നടക്കുന്നത്. NDRF സംഘവും ഫയർഫോഴ്സും സംയുക്തമായാണ് ഈ രക്ഷാദൗത്യം നടക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ആ ഹിറ്റാച്ചിയാണ്. അതിൻ്റെ ഡ്രൈവേഴ്സ് ക്യാബിനിലായിരുന്നു അജയ് റായി എന്ന് പറയുന്ന ഹിറ്റാച്ചി ഓപ്പറേറ്റർ. അദ്ദേഹം ആ ഡ്രൈവേഴ്സ് ക്യാബിനിലുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെ ആയിട്ടില്ല.